ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, അതേപോലെ സെൽഫ് വർക്കിംഗ് അല്ല. ചില സമയങ്ങളിൽ സെൽഫ് കിട്ടാത്തൊരു കംപ്ലീഷൻ ഉണ്ട്. ബാറ്ററി ചെക്കപ്പ് ചെയ്യുക, ലെഫ്റ്റും റൈറ്റും ഫ്ലോറിൻ്റെ കവർ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. നട്ട് ബോൾട്ട്, ബോഡി സ്ക്രൂ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോട് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കുന്നത്. നമുക്ക് തൽക്കാലം ഇതന്നെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ നിലവിൽ അതിൻ്റെ ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈറ്റ്, ടൈൽ ബൾബ്, ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് തെളിയുന്ന അതിൻ്റെ ബൾബ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് മാറ്റിയിടണം. കാരണം അത് ഞാനൊരു പൊസിഷൻ ലൈറ്റാണ്. അപ്പോൾ അതൊന്ന് മാറ്റേണ്ട അത്യാവശ്യമാണ്. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കുന്നത്. കാര്യമായിട്ടുള്ള പൊടിയൊന്നും പറയാനില്ല. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് വെക്കാനുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട്. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് പ്രോബ്ലം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെൻഡെക്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ ബെൻഡെക്സിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ് മെയിനായിട്ട് വരുന്ന ഒരു പാർട്ടാണ് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ വന്ന യൂണിറ്റ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തു. നോർമൽ ചെറിയൊരു തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേറെ പ്രോബ്ലം ഇപ്പോൾ തൽക്കാലം മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല. ഈ പീസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് മാറ്റണം. അത് ഇച്ചിരി ഓവലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് അടിച്ചടിച്ച് വീല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ചിൻ്റെ ആയാലും സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നുമില്ല. വർക്കിംഗ് ഓക്കെയാണ്, ക്ലച്ച് ഔട്ടറും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുക. പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തേക്ക് ലീക്കേജ് ഒന്നുമില്ല. കാർബേറ്ററിൻ്റെ അവസ്ഥയൊക്കെ കാണിച്ചത് നമുക്ക് തന്നെ ഒരുപാട് അഴുക്കുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പുറമേ ഉണ്ട്, തന്നെയല്ല അതിൻ്റെ ഉള്ളിലും വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് കാരണങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്, അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ടാലും അടിച്ച് സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കേണ്ടി വരും. നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് റിപ്പീറ്റ് ഉണ്ടെങ്കിൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ നമുക്ക് അഡീഷണൽ എമൗണ്ടാണ് വരാം. ജനറൽ സർവീസിൽ വന്ന വർക്കല്ല, ഏകദേശം നമുക്കൊരു അതിൻ്റെ ലേബർ ചാർജും ക്ലീനിങ് മെറ്റീരിയലും സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 രൂപ നമുക്ക് അതിൻ്റെ ചിലവ് തന്നെ കേസാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. തന്നെയല്ല നമുക്ക് ഈ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ലാണ്ട് ഓടണം, അങ്ങനെയാണ് പൊക്കോളും. ക്ലീൻ ചെയ്യണ വണ്ടിയിൽ ഇപ്പോൾ ചില കേസിലായ പോലും ചില വണ്ടികൾക്കായാലും ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുന്നത് കോമൺ ആയിട്ട് ഇപ്പോൾ വന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 10 വണ്ടി അയച്ച് ഞാനത് 5 വണ്ടിയിലും ചില വണ്ടികൾ തന്നെ ഓവർഫ്ലോ കാണിക്കുന്നതായിട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് ഓൾറെഡി ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നമാണ്. അപ്പോൾ നോക്കിയിട്ട് പറയാം. വേണമെങ്കിൽ നമുക്ക് കാർബേറ്റർ കൂടി അയച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടുന്നില്ല, അത് അഡീഷണലായിട്ട് വന്ന എസ്റ്റിമേറ്റാണ്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ പറഞ്ഞാലാണ് നമ്മൾ അതനുസരിച്ച് ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് ചെയ്ത് ക്ലോസ് ചെയ്തോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ബ്രേക്ക് ഷൂൻ്റെ ആയാലും പുതിയ കമ്പനി ലൈനർ തന്നെ കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല, പുതിയതാണ്. അപ്പോൾ ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല, ഒരല്പം തേയ്മാനമൊക്കെ ഉണ്ട്. സൈഡ് തിരിച്ചിട്ടുള്ള തേയ്മാനമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു വെട്ടൽ ഹാൻഡിൽ നമുക്കത് ഫീൽ ചെയ്യണമുണ്ട് കേട്ടോ. ബാക്കിലത്തെ ടയറും നല്ല കട്ട കൂടുതലുള്ള മോഡലാണ് ബാക്കിൽ കിടക്കുന്നത്. പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. വോൾട്ട് ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 12.85 റേഞ്ചിന് വോൾട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററി ഇത് പെട്ടെന്ന് പവർ ആവശ്യമായിട്ട് വരുന്നത് സെൽഫ് അടിക്കുന്ന സമയത്താണ്. ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി നമുക്ക്. പവർ എടുക്കുമെങ്കിലും സെൽഫ് മോട്ടർ എടുക്കുന്ന അത്രയും നമുക്ക് വരില്ല. ഇപ്പോൾ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുന്ന ആ പവർ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടൂടെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 9 വോൾട്ടിൻ്റെ താഴേക്ക്, അതായത് 8-8.5 വരെ വരാം, കുഴപ്പമില്ല. 9 വോൾട്ടിന് താഴേക്ക് വന്നാൽ തന്നെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിന്ന് ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇറങ്ങി വേണ്ടത് 5.90 തന്നെ. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കാനായിട്ടുള്ളൊരു മെയിൻ റീസൺ കേട്ടോ. ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറും ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ പറയാം. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കത് അഴിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പെർമിഷൻ കിട്ടിയാലാണ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റിയിടാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്, പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റിയിടാം. പ്ലഗിൻ്റെ കേസായാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ പറഞ്ഞത് സൈഡിലത്തെ ഈ കവറുകൾ ഇതേപോലെ ലെഗൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്.
അത് തൽക്കാലം നമുക്ക് സ്ക്രൂ ചെയ്ത് അഡീഷണൽ ഒരു സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ പിടിപ്പിക്കാമെന്നുള്ള ലെഫ്റ്റും റൈറ്റും സെയിം പ്രോബ്ലം കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഈ കവറിൻ്റെ പോയേക്കണം അതിൻ്റെ ഉള്ളിൽ ബോൾട്ട് സ്ക്രൂ പിടിപ്പിക്കുന്ന ഭാഗം ലെഗ് ഒടിഞ്ഞു പോയേക്കണ കാരണമാണ് നമുക്ക് ആ സ്ക്രൂ ഇടാൻ പറ്റാത്തത്. അത് നമ്മൾ തൽക്കാലത്തേക്ക് എങ്ങനെയും അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ ഈ കിക്കറിൻ്റെ ഭാഗത്ത് ഈ വന്ന ക്ലച്ച് കവറിൻ്റെ സൈഡിലും 2 ബോൾട്ട് മിസ്സിംഗ് ആണ്. അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ 2 ബോൾട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. എഞ്ചിൻ കേസും ഇവിടെ ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിലത്തെ 2 ബോൾട്ടും നമുക്ക് ഫിറ്റ് ചെയ്യൽ നടക്കില്ല. ബാക്കിയത്തെ ബോൾട്ടുമ്പോൾ നമുക്കത് നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്താലും മതി. പരമാവധി നേരത്തെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരല്പം വൈകിട്ടാണ് വണ്ടി കയറിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമ്പോൾ കുറച്ച് ലേറ്റാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് വിളിക്കാം. എന്തായാലും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം. അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ഒരു ഗുണമായിരിക്കും. പെട്ടെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ.